ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പായ കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ മീൻ കറിയുടെ ടേസ്റ്റിലാണ് ഈ കറി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണില്ല, നല്ല മൂത്ത പപ്പായാണ്. അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ടു, കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടു. അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് നെടുകെ കീറിയത്, 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി. സവാള ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളംപുളി പിഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി വേണം, കാരണം മീൻ കറിയുടെ ടേസ്റ്റിൽ വരണമല്ലോ. പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. പപ്പായ വേവാൻ എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ അതവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 4 എണ്ണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഞാൻ ഇവിടെ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും കുറച്ച് മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും അരപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അരയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പപ്പായ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. വളരെ നന്നായിട്ട് ഉടയണ്ട, എന്നാൽ പോലും ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വേവും. പപ്പായ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി വെച്ചിട്ട് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് തിക്കായൊരു കറിയല്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. സാധാരണ കറി പോലെ തന്നെ അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിള വരുമ്പോൾ തന്നെ, ഇതപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. അതോടുകൂടി കറി റെഡിയാവും. പിന്നെ നമുക്കിതിലേക്കൊന്ന് വറുത്തിടുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഉലുവ നിർബന്ധമായിട്ടും തന്നെ ചേർക്കുക. പിന്നെ കടുക് ചേർക്കുന്നതിൽ കാണുന്നില്ല. ഉലുവ, കടുക്, വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം സാധാരണ നമ്മൾ വറവിടുമ്പോൾ ചേർക്കുന്നത് തന്നെയാണ്. എത്ര തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി പപ്പായ കറി റെഡിയായി. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ്. മീൻ കറിയുടെ ടേസ്റ്റ് വരും, എന്നാൽ പക്ക മീൻ കറി അല്ലതാനും. പക്ഷേ പപ്പായ കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മുമ്പ് ഞാൻ ഒരുപാട് നല്ല കറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും.